ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ, അത് സിനിമയിൽ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മ്യൂസിക് എന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മ്യൂസിക് സിനിമയ്ക്ക് വളരെയധികം സപ്പോർട്ടീവ് ആണല്ലോ. ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ആ സിനിമയെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഇവിടെ ഹിറ്റായിട്ടുള്ള പല സിനിമകളുടെയും സ്കോറ് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് പോലും സിനിമയിൽ നിന്ന് കാണാൻ പറ്റില്ല. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്. ചില സിനിമയുടെ ഒക്കെ മ്യൂസിക് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അത് ഏതാ സിനിമ എന്നുള്ളത്. അതെ അതെ, അത് ഇപ്പോ ജോൺസൺ മാഷൊക്കെ നന്നായിട്ട് അത് ഉപയോഗിച്ചിട്ടുള്ള ആളല്ലേ. ശരിക്കും പറഞ്ഞാൽ പാട്ടിനേക്കാൾ മനോഹരമായിട്ടുള്ളൊരു ഒരു സംഗീതമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത്. കാരണം പാട്ട് എനിക്ക് തോന്നുന്നു ഈ സ്കോറിന്റെ കൂടെ പോകുമ്പോൾ നമുക്ക് ഈ പല നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള ചില ഇമോഷൻസ് ഒക്കെ നമുക്ക് ടച്ച് ചെയ്യുന്നത് ഈ സ്കോർ കാരണമാണ്. അല്ലെങ്കിൽ അത് ടച്ച് ചെയ്യാതെ പോകും, റോ ആയിട്ട് പോകും. അതെ അതെ. ആ സമയത്ത് പാട്ട് നമുക്ക് ഏത് അവസ്ഥയിൽ ഇരുന്നിട്ട് ആസ്വദിക്കാൻ പറ്റും. അതൊരു പാട്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതൊരു പോർഷനാണ്. ആ പാട്ട് നമുക്ക് ഏത് അവസ്ഥയിലും എപ്പോഴും കേൾക്കാൻ പറ്റും. പക്ഷെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നതാണ്.